Living the Word, St. Paul's Blueprint for Spiritual Warfare and Christian Strength. എഫെസോസ് 6:1-24 വരെ വാക്യങ്ങൾ. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ലോഗോസ് ബൈബിൾ ക്വിസ് 25 സ്വാഗതം ചെയ്യട്ടെ. എപ്പിസോഡ് നമ്പർ 24 ആണ് നമ്മളിപ്പോൾ കാണുക. ലോഗോസ് ബൈബിൾ ക്വിസിലെ എഫെസോസ് 6 ഒരു ആമുഖം. എഫെസോസ് 6 പരസ്പര ബന്ധം, ആത്മീയ ആയുധധാരണം, ഉപസംഹാര ആശംസകൾ എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കണം, യജമാനന്മാർ നീതി പാലിക്കണം, ആത്മീയ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ ആയുധം ധരിക്കണം തുടങ്ങിയ ഉപദേശങ്ങൾ സ്ലിഹ നൽകുന്നു. അവസാനം തിക്കിക്കോസിനെ അയക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് കൃപയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, എഫെസോസ് 6 പൗലോസ് ശ്ലീഹ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ആരെ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൗലോസ് ശ്ലീഹ ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ആരെ? ഉത്തരം കുട്ടികളെയാണ് പൗലോസ് ശ്ലീഹ ആദ്യം ഈ ചാപ്റ്ററിൽ അഭിസംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏത്? വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏത്? ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. എഫെസോസ് 6:2-3. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മൂന്നാമത്തെ ചോദ്യം, കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്തെന്നാണ് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നത്? കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്തെന്നാണ് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നത്? ഉത്തരം ന്യായയുക്തമാണെന്ന്. എഫെസോസ് 6:1 ന്യായയുക്തമാണെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. നാലാമത്തെ ചോദ്യം, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് വഴി ദീർഘകാലം ജീവിക്കുന്നതോടൊപ്പം കൈവരുന്നത് എന്താണ് ദീർഘകാലം ജീവിക്കുന്നതോടൊപ്പം കൈവരുന്നത്? മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് വഴി നന്മ. ഉത്തരം അതാണ് നന്മ. എഫെസോസ് 6:2. അടുത്ത ചോദ്യം 5, പിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് ശ്ലീഹ ആദ്യം പറയുന്നത് എന്ത്? ഉത്തരം നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. എഫെസോസ് 6:4. ആറാമത്തെ ചോദ്യം, പിതാക്കന്മാർ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ? അതാണ് ആറാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. എഫെസോസ് 6:4 കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. 7, പൗലോസ് ശ്ലീഹ എഫെസോസ് 6 അധ്യായത്തിൽ മൂന്നാമതായി അഭിസംബോധന ചെയ്യുന്നത് ആരെ? പൗലോസ് ശ്ലീഹ 6 അധ്യായത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ആരെ? ഉത്തരം ദാസന്മാരെ. എഫെസോസ് 6:5 ദാസന്മാരെ ആരെയാണ് മൂന്നാമതായി പൗലോസ് ശ്ലീഹ എഫെസോസ് 6 അധ്യായത്തിൽ അഭിസംബോധന ചെയ്യുന്നത്? എട്ടാമത്തെ ചോദ്യം, ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദാസന്മാർ അനുസരിക്കേണ്ടത് ആരെയാണ് ദാസന്മാർ അനുസരിക്കേണ്ടത് ക്രിസ്തുവിനെ എന്ന പോലെ? ഉത്തരം ലൗകിക യജമാനന്മാരെ. എഫെസോസ് 6:5. ഒമ്പതാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ. എഫെസോസ് 6:6 പൂരിപ്പിക്കാനാണ്. ഉത്തരം ദൈവഹിതം. അതാണ് അതിൻ്റെ ഉത്തരം. ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട്. പത്താമത്തെ ചോദ്യം, സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത് ആർക്കു വേണ്ടി? അതാണ് പത്താമത്തെ ചോദ്യം. ഉത്തരം കർത്താവിന് വേണ്ടി. എഫെസോസ് 6:7 അതാണ് കാണുന്നത്. കർത്താവിന് വേണ്ടിയാണ് നമ്മൾ നന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത്. 11, ഓരോരുത്തർക്കും എന്തിനു തക്ക പ്രതിഫലമാണ് കർത്താവിൽ നിന്ന് ലഭിക്കുക? ഉത്തരം നല്ല പ്രവൃത്തികൾക്ക്. എഫെസോസ് 6:8 നല്ല പ്രവൃത്തികൾക്ക്. എഫെസോസ് 6:8 നമ്മളത് വായിക്കുന്നത്. 12ാമത്തെ ചോദ്യം, യജമാനന്മാർ ദാസന്മാരെ എന്ത് ചെയ്യരുത്? അതിൻ്റെ ഉത്തരം ഭീഷണിപ്പെടുത്തരുത്. എഫെസോസ് 6:9
യജമാനന്മാർ ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്. 13 എഫേസ്യർ 6:9 അനുസരിച്ച് മുഖം നോട്ടമില്ലാത്തത് ആർക്ക്? എഫേസ്യർ 6:9 അനുസരിച്ച് മുഖം നോട്ടമില്ലാത്തത് ആർക്ക്? അതിൻ്റെ ഉത്തരം സ്വർഗത്തിലുള്ള യജമാനന്. സ്വർഗത്തിലുള്ള യജമാനനാണ് മുഖം നോട്ടമില്ലാത്തത്. അടുത്ത ചോദ്യം 14 പൂരിപ്പിക്കുക. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും ഡാഷ്. എഫേസ്യർ 6:10 അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്വത്തിലും കരുത്തുള്ളവരാകുവിൻ. അതാണ് ഉത്തരം. കരുത്തുള്ളവരാകുവിൻ. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 15 ചോദ്യം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ധരിക്കേണ്ടതെന്ത്? സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ധരിക്കേണ്ടത് എന്ത്? ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. എഫേസ്യർ 6:11. അടുത്ത ചോദ്യം 16. എഫേസ്യർ 6:12 അനുസരിച്ച് നമ്മൾ പടവെട്ടുന്നത് എത്ര ശക്തികൾക്കെതിരായിട്ടാണ്? എത്ര ശക്തികൾക്കെതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്? എഫേസ്യർ 6:12 പറയുന്നത് പോലെ ഉത്തരം 4 ശക്തികൾക്കെതിരായിട്ടാണ് എന്നാണ് എഫേസ്യർ 6:12 പറയുന്നത്. 17 ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് ശ്ലീഹ എഫേസ്യർ 6-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നു? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് ശ്ലീഹ എഫേസ്യർ 6-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നു? ഉത്തരം 2 പ്രാവശ്യം. എഫേസ്യർ 6:11 6:13 പറയുന്നുണ്ട്. 2 പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നത്. 18 ചോദ്യം. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും സാധിക്കുന്നത് എങ്ങനെ? തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും സാധിക്കുന്നത് എങ്ങനെ? ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിലൂടെ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിലൂടെ ഇത് സാധിക്കും. എഫേസ്യർ 6:13. 19 എഫേസ്യർ 6 അനുസരിച്ച് അരമുറുക്കേണ്ടത് എന്തുകൊണ്ട്? എന്തുപയോഗിച്ചാണ് അരമുറുക്കേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. 19 ഉത്തരം സത്യം കൊണ്ട് അരമുറുക്കണമെന്നാണ് പറയുന്നത്. സത്യം കൊണ്ട്. എഫേസ്യർ 6:14 സത്യം കൊണ്ടാണത് ചെയ്യേണ്ടത്. അടുത്തത് 20 ചോദ്യം. എഫേസ്യർ 6 എന്തിൻ്റെ കവചം ധരിക്കുവാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? എഫേസ്യർ 6 എന്തിൻ്റെ കവചം ധരിക്കുവാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം നീതിയുടെ. എഫേസ്യർ 6:14 നീതിയുടെ കവചം ധരിക്കുവാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. നീതിയുടെ. 21 ചോദ്യം. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തെടുക്കുവിനെന്നാണ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്? ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ എന്തെടുക്കണം? ഉത്തരം വിശ്വാസത്തിൻ്റെ പരിച. എഫേസ്യർ 6:16 വിശ്വാസത്തിൻ്റെ പരിച എടുക്കണമെന്നാണ് പറയുന്നത്. 6:16. 22 ചോദ്യം. എഫേസ്യർ 6:17 പരാമർശിക്കുന്ന പടത്തുപ്പി എന്തിൻ്റേതാണ്? എഫേസ്യർ 6:17 പരാമർശിക്കുന്ന പടത്തുപ്പി എന്തിൻ്റേതാണ്? 22 ചോദ്യം. ഉത്തരം രക്ഷയുടെ പടത്തുപ്പിയാണത്. അപ്പോൾ അതാണ് എൻ്റെ ഉത്തരം, രക്ഷയുടെ. 23 ചോദ്യം. ആത്മാവിൻ്റെ വാൾ ഏതാണ്? ആത്മാവിൻ്റെ വാൾ ഏതാണ്? 23 ചോദ്യം അതാണ്. ആത്മാവിൻ്റെ വാൾ. ഉത്തരം ദൈവവചനമാണ്. എഫേസ്യർ 6:17 ദൈവവചനമാണ് ആത്മാവിൻ്റെ വാൾ. അടുത്ത ചോദ്യം 24. അപേക്ഷകളോടും യാചനകളോടും കൂടെ ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് എപ്പോൾ? അപേക്ഷകളോടും യാചനകളോടും കൂടെ ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് എപ്പോൾ? ഉത്തരം എല്ലാ സമയവും. 6-ാം അധ്യായം 18-ാം വാക്യമാണത്. എല്ലാ സമയവും നമ്മൾക്ക് ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കണം. 25. അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടി? അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടി? ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി. എഫേസ്യർ 6:18 എല്ലാ വിശുദ്ധർക്കും വേണ്ടി എന്നാണ് പൗലോസ്ലീഹ 6:18 പറയുന്നത്. 26 ചോദ്യം. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി ആര്? സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി ആര്? അംബാസഡർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം പൗലോസ്ലീഹ. എഫേസ്യർ 6:20 പൗലോസ്ലീഹയാണ് ബന്ധനസ്ഥനായ സ്ഥാനപതി.
27 പൗലോസ് ലീഹയുടെ വിശേഷങ്ങളെക്കുറിച്ച് എഫെസുസുകാരെ അറിയിക്കാൻ അയച്ചത് ആരെ? പൗലോസ് ലീഹയുടെ വിശേഷങ്ങളെക്കുറിച്ച് എഫെസുസുകാരെ അറിയിക്കാൻ അയച്ചത് ആരെ? അതിൻ്റെ ഉത്തരം തിക്കിക്കോസിനെയാണ് അതിനയച്ചത്. എഫെസു 6:21 നമ്മൾ കാണുന്നു തിക്കിക്കോസിനെ. 28 എഫെസു 6 ഉപസംഹാരത്തിൽ ആർക്ക് കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത്? ഉപസംഹാരത്തിൽ ആർക്ക് കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമാണ്. എഫെസു 6:24 സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ. എഫെസു 6:15 സമാന വചനഭാഗമേത്? സമാധാനത്തിനുള്ള സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ. ഏഷ്യ 52:7 പറയുന്നത്. ഏഷ്യ 52:7. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് 30ാമത്തെ ചോദ്യം. പുറപ്പാട്, നിയമാവർത്തനം എന്നീ പഴയ നിയമ ഗ്രന്ഥങ്ങൾ എഫെസു 6 സ്ലീഹ ഉദ്ധരിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഈ പുറപ്പാടും നിയമാവർത്തനവും ഈ സ്ലീഹ ഉദ്ധരിക്കുന്നത്? ഉത്തരം കുട്ടികളെ. എഫെസു 6:1-2 മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യം വരുമ്പോഴാണ് ഇത് പറയുന്നത്. കുട്ടികളെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത് സ്ലീഹ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Hope you would like, share and subscribe to the channel. Let's spread this word. See you in the next edition. Till then, it's goodbye from Joseph for JJ Logos 316. May God bless each one of us.